നമസ്കാരം. ഗ്രൂപ്പ് ബി എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ റീസണിങ്ങിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ ടോപ്പിക്കിന്റെ പേര് കേൾക്കുമ്പോൾ മാത്സ് റിലേറ്റഡ് ടോപ്പിക് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ റീസണിങ്ങിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ ചിലതിനകത്ത് പ്ലേസ് ചെയ്യാൻ കാണും, ചിലതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള രീതിയിലായിരിക്കും, ചിലതിനകത്ത് ഇന്റർചേഞ്ച് ചെയ്യാനായിരിക്കും. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ദിശ അക്കാഡമി ഗ്രൂപ്പ് ഡി എക്സാമിനായി ഒരുങ്ങുന്നവർക്ക് ടർബോ പ്രീമിയം എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതേപോലെ മെറ്റീരിയൽസ്, മെന്റൽ സപ്പോർട്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പം ഇതെല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ചെയ്യുമ്പം ഇത് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ആ ഓർഡർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അതിന് പറയുന്ന ഒരു കാര്യമാണ് ബോട്ട് മാസ് എന്നുള്ള. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. എന്ന് വെച്ചാൽ ഏത് ഓർഡർ ചെയ്യണം, ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ഒക്കെ വന്നാൽ ഏത് ഓർഡറിൽ അവരെ സോൾവ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബോട്ട് മാസ് എന്ന് പറഞ്ഞത്. അതായത് ബി ബ്രാക്കറ്റ് വേണം. ബി എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ആണ്. ഇതാണ് ആദ്യം ചെയ്യാൻ. ബ്രാക്കറ്റ് വേണം ആദ്യം ഓപ്പൺ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഓഫ്. നമുക്ക് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ഓഫ് വരാറില്ല, ബ്രാക്കറ്റ് വരാറുണ്ട്. പക്ഷെ അങ്ങനെ റീസണിങ് അങ്ങനെ ഓഫായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ മാത്സിനകത്ത് വരും. അപ്പൊ അവിടെ ഓഫ് രണ്ടാമത് ചെയ്യുക. ദെൻ മൂന്നാമത് ഏത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നുള്ളത് സബ്ട്രാക്ഷൻ ആദ്യം ചെയ്തിട്ട് അഡീഷൻ രണ്ടാമത് ചെയ്താലും, അഡീഷൻ ആദ്യം ചെയ്തിട്ട് സബ്ട്രാക്ഷൻ രണ്ടാമത് ചെയ്താലും അവരുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ആൻസറിനകത്ത് വ്യത്യാസം വരത്തില്ല. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു ഓർഡർ തന്നെ ചെയ്യണം. അതായത് ഇവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യാവൂ. ഓക്കെ, അപ്പം ഇതെന്തുകൊണ്ടാണ് ഈ ഒരു റൂളിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ 6 + 4 ÷ 2. നമ്മളിവിടെ ബോർഡ് മാസ് ഒന്നും നോക്കുന്നില്ല, ആദ്യം ആ ഒരു വരുന്ന ഓർഡറിൽ അങ്ങ് ചെയ്യുകയെന്ന് വെച്ചു. 6 + 4 എത്രയാണ്? 10. 10 ÷ 2 എന്നാവും 5 എന്ന് വരും. പക്ഷേ ഈ 5 എന്നുള്ള ആൻസർ കറക്റ്റ് ആണോ? അല്ല, 5 എന്നുള്ള ആൻസർ കറക്റ്റ് അല്ല. അതിന്റെ കാരണം നമ്മൾ ഈ റൂൾ ഫോളോ ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഏതായിരുന്നു ചെയ്യേണ്ടത്? പ്ലസിനകത്തും, അതായത് 6 + 4 ÷ 2 എന്നുള്ളതിനകത്ത് പ്ലസും ഉണ്ട് ഡിവിഷനും ഉണ്ട്. അതായത് അഡീഷനും ഉണ്ട് ഡിവിഷനും ഉണ്ട്. അപ്പൊ നമ്മുടെ റൂൾ അനുസരിച്ച് ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. അപ്പൊ ഏതാ? ഇത് വേണം ആദ്യം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ 6 + 4 ÷ 2 എത്രയാണ്? 2. അപ്പൊ 8 എന്നുള്ളതാണ് എന്ത്? കറക്റ്റ് ആൻസർ. കാര്യം മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റൂൾ ഫോളോ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്തൊരു ആൻസർ ഉണ്ടെങ്കിൽ 5 എന്നുള്ളതല്ല കറക്റ്റ് ആൻസർ, 8 എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെയാണ് ഈ റൂളിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ അതിൽ ഏത് ആദ്യം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെലക്ട് ദി കറക്റ്റ് സെറ്റ് ഓഫ് സിംബൽ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഏതൊക്കെ സിംബൽ വന്നാലാണ് ഇത് കറക്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ ഈ 90 എന്നുള്ള ആൻസർ കിട്ടണം. ഈ തന്നേക്കുന്ന ഓപ്ഷൻ നമ്മൾ അതേ ഓർഡർ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് 90 എന്നുള്ള ആൻസർ വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യേണ്ട രീതി ഇതാണ്. നിങ്ങൾ ഓപ്ഷൻ എ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ ഓപ്ഷനായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഓപ്ഷൻ എ കൊടുക്കുമ്പോൾ 27 × 3 - 19 ÷ 10. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറയാം റൂൾ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ആദ്യം ഡിവിഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ ആ ഡിവിഷന്റെ ഭാഗം നോക്കി, അത് ഡിവിസിബിൾ ആണോ? അത് ഡിവിസിബിൾ അല്ല. ഇപ്പൊ നോക്കി 19/10 എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1.9 എന്ന് കിട്ടും, ഒരു ഡെസിമൽ വാല്യൂ വരും. പക്ഷെ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ഡെസിമൽ ഉണ്ടോ? ഇല്ല. ഇവിടെ ഡെസിമൽ വന്നാൽ അത് നമ്മുടെ ആൻസറിനകത്തൊരു എക്സാക്ട് നമ്പറാണ്. അപ്പൊ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഡിവിസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പോകണ്ടെന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് കുറയ്ക്കാനൊന്നും പോകണ്ട. ഡിവിസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ അത് വിടുക, അടുത്ത ഓപ്ഷൻ നോക്കുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ അതിന്റെ ഒരു കാര്യം പറയാം. ഇപ്പം 5 × 12/2 12/15. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ 12 ÷ 15 ഡിവിസിബിൾ അല്ല. ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ആയിരിക്കും 5 × 12 ÷ 15. അപ്പൊ ഇത് കാണുമ്പോൾ 12/15 ഡിവിസിബിൾ അല്ല, അപ്പൊ അത് ചെയ്യാൻ പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ എപ്പോഴത്തെ ഒരു ഇൻഡു അല്ല കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാറാണ്, ഇങ്ങനെ 5 × 12
ബൈ 15 ഇങ്ങനെ എഴുതുന്നത് തെറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താണ് ഈ 5ഉം 15 എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു 3 വരും. അപ്പൊ 12/3 എന്നാവും. 12/3 എത്രയാണ്? 4. അവിടെ ഒരു വാല്യൂ വരും. അപ്പൊ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ലെഫ്റ്റോ റൈറ്റോ വരാം. ലെഫ്റ്റിലോ റൈറ്റിലോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോണം. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, കാരണം ഇവിടെ എന്താ, ഇവിടെ തൊട്ടിപ്പുറത്ത് ഒരു മൈനസാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സാധ്യതയില്ല, ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ നോക്കണ്ട, ഓപ്ഷൻ ബി എടുക്കുക. ഓപ്ഷൻ ബിയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27 + 3 ഡിവൈഡഡ് ബൈ 19 - 10. നോക്കി, അവരെയും ഡിവിഷൻ ആണ്. നോക്കി, ഡിവിസിബിൾ ആണോ? അല്ല. അപ്പുറത്ത് കിടക്കുന്ന പ്ലസും ഇപ്പുറത്ത് കിടക്കുന്ന മൈനസും. പിന്നെ അങ്ങനെ ഒരു സാധ്യത കാര്യമേ വരാൻ ചാൻസ് ഇല്ല. നേരെ അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ സി 27 + 3 - 19 ഡിവൈഡഡ് ബൈ 10. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് 19/10 ഡിവിസിബിൾ അല്ല, അപ്പുറത്ത് കിടക്കുന്ന മൈനസും ആണ്. അപ്പൊ അത് നോക്കാൻ പോകണ്ട. നമ്മൾ ആദ്യത്തെ 3 ഓപ്ഷൻ ചെക്ക് ചെയ്തു, അതിൽ വരാൻ സാധ്യതയില്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ കണ്ടീഷൻ എന്താണ്, നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് ആയിരിക്കണം. ഞാൻ ചെയ്ത് കാണിക്കാം. ഓപ്ഷൻ ഡി വരുമ്പോൾ 27 × 3 + 19 - 10. നോക്കി, ഇവിടെ ഡിവിഷൻ ഇല്ല. ഇപ്പൊ ഡിവിഷൻ ഇല്ലെങ്കിൽ ആദ്യമാണ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷൻ ആണോ ഉള്ളത്. അപ്പൊ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ 27 × 3 എത്രയാണ്? 27 × 3 81. 81 + 19 - 10. ഞാൻ പറഞ്ഞല്ലോ, പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ആദ്യം ചെയ്യാം. അപ്പൊ 81, ഞാൻ ഈ മൈനസ് ആദ്യം ഒക്കെ ചെയ്തു. അപ്പൊ 81 19 - 10 എത്രയാണ്? 9 ആണ്. അപ്പൊ 19 കിട്ടത്തില്ലേ? ഉറപ്പിക്കാൻ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ഇങ്ങനെ ഡിവിഷന്റെ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ്, ഇഫ് L means plus, M means minus, N means into and P means divide, then the value of 28n. എന്താ സംഭവം മനസ്സിലായോ? ഇവിടെ തന്നേക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ വാല്യൂ എന്ത് വരും, അതിന്റെ ഫൈനൽ വാല്യൂ എന്ത് വരും, എങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ആൽഫബറ്റുകൾക്ക് പകരം ഈ ഒരു സിമ്പിളിനെ കൊടുത്താൽ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനകത്ത് ആ ഒരു ആൽഫബറ്റിന് പകരം എന്ത് കൊടുക്കുക, ആ ഒരു സിമ്പിൾ കൊടുക്കുക. അപ്പൊ നോക്കി, എന്നിന് പകരം എന്താണ്? ഇൻഡു. അപ്പൊ എന്നിന് പകരം ഇൻഡു കൊടുക്കുക. അത് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 5 L എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക, പ്ലസ് 50 P എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക, P മീൻസ് ഡിവൈഡ്. അപ്പൊ ഡിവൈഡ് 5. M എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക, -4. ഇനി എന്ത് ചെയ്യുക, റൂൾ അനുസരിച്ച് ചെയ്യുക. നേരെ ചെയ്യുമല്ല, റൂൾ അനുസരിച്ച് ചെയ്യുക. ആദ്യം ഏതാണ്? ആദ്യം ഡിവിഷൻ. അപ്പൊ 28 × 5 പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആണല്ലോ, 10 - 4. അടുത്ത ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 140. 28 × 5 140 ആണ്. 140 + 10 - 4. അപ്പൊ 140 ഞാൻ ഇത് ആദ്യം കുറച്ചു. അപ്പൊ എന്ത് വരും? 6 വരും. 146 ആണ് ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അവർ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് അവിടെ ആ ഒരു തെറ്റാതെ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഓർഡർ റൂൾ അനുസരിച്ച് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, വീണ്ടും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാം. 30. അപ്പൊ എന്ത് ചെയ്യുക, 30 എഴുതുക. ഡി എന്താന്ന് നോക്കുക, ഡി മീൻസ് ഡിവൈഡ്. അപ്പൊ ഡിവൈഡ് കൊടുക്കുക, ഡിവൈഡ് 30 ഡിവൈഡഡ് ബൈ 2. ദെൻ എ മീൻസ് എന്താന്ന് നോക്കുക, എ മീൻസ് പ്ലസ് ആണ്. അപ്പൊ പ്ലസ്. ദെൻ 3. എം മീൻസ് എന്താന്ന് നോക്കുക, എം മീൻസ് ഇൻറ്റു. അപ്പൊ ഇൻറ്റു 6. എസ് എന്താന്ന് നോക്കുക, മൈനസ്. ഇത്ര ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ചെയ്യുക. 30/2 15. ആദ്യം ഡിവിഷൻ ആണെന്ന് പറയുന്നത്, അതാണ് ആദ്യം വന്നേക്കുന്നത്. 15 + 3 × 6 - 5. അപ്പൊ അടുത്ത എന്താണ്, പ്ലസ് ഇൻറ്റു മൈനസ്. അടുത്ത ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 15 + 18 - 5. ഇനി എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള ആദ്യം ചെയ്യാം. ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 15 + 18 - 5 ആണ് 13. 15 + 13 28 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ സി ആണ് 28. പിന്നെ നിങ്ങൾ ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ സബ്ട്രാക്ട് ചെയ്താലും വാല്യൂന് മാറ്റമുണ്ട്. അതിവിടെ തന്നെ നോക്കിക്കോ. ആദ്യം നാട് ഇത് അങ്ങ് ആഡ് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ എത്ര വരും? 33 വരും. 33 - 5 ആൻസറിന് മാറ്റമുണ്ടോ? 28 തന്നെയാണ് വരുന്നത്. അപ്പൊ പ്ലസ് മൈനസ് വരുമ്പോൾ ആദ്യം ഏത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു രീതിയിൽ ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ആൽഫബറ്റുകൾക്ക് പകരം അല്ലാതുള്ള സിമ്പിൾസ് വന്നതേ ഉള്ളൂ. അപ്പൊ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ചെയ്യുന്ന രീതി അത് തന്നെയാണ്. 20 അറ്റ് എന്താന്ന് നോക്കുക, അറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ്. 20 + $4 എന്നുള്ള സിമ്പിൾ ഇൻറ്റു. അപ്പൊ ഇൻറ്റു അതല്ല അതുപോലെ കൊടുക്കാന്നുള്ളേ ഉള്ളൂ.
5% എന്താണെന്ന് നോക്കുക, -72 ഡിവൈഡഡ് ബൈ 8 ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 20 പ്ലസ് 4 × 5 മൈനസ് എത്രയാണ് വരുന്നത് 9. then അടുത്ത എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 20 പ്ലസ് 4 × 5 20 അല്ലേ, 20 പ്ലസ് 20 -9. അപ്പോൾ 40 - 9 31 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് 31 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതും അതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇവരൊരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഒക്കെ വന്നതേ ഉള്ളൂ. അതിന് പകരം എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 15 ഈ ഒരു സിമ്പിളിന് പകരം എന്താണ് മൈനസ്. ഇവരൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളെ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, അത് അതുപോലെ തന്നെ കൊടുക്കണം. ബ്രാക്കറ്റ് എന്നുള്ള സാധനം മാറ്റല്ലേ, ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ കൊടുക്കണം. അവർ പറയുന്ന സിമ്പിളുകളാണ് ഭാഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ കൊടുക്കുക. ദെൻ ഇത് മാറ്റി നമ്മൾ മൈനസ് ആക്കി. ദെൻ ഡിവൈഡ് മാറ്റി എന്താക്കണം, ഡിവൈഡ് മീൻസ് ഇൻറ്റു. അത് നിങ്ങൾ കാണാതെ പോലെ അല്ല, ഡിവൈഡ് എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് പകരം വേറെ ഓപ്പറേഷൻ കൊടുക്കണം. അപ്പൊ അതും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഡിവൈഡ് മീൻസ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഡിവൈഡ് എന്നുള്ള എന്താവും, ഇൻറ്റു ആവും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങാവും. അപ്പൊ ഡിവിഷൻ എന്നുള്ള സാധനത്തെ മാറ്റണം. അപ്പൊ ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. നമ്മുടെ റൂൾ അനുസരിച്ച്, ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ അനുസരിച്ച് ആദ്യം ഏതാണ്, ബ്രാക്കറ്റ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്തൊന്നും ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് നോക്കാൻ. പക്ഷെ ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ അത് ആദ്യം സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം ആദ്യം സോൾവ് ചെയ്യുക. എന്താണ് 15 - 12 3 × 3. പിന്നെ ഇപ്പൊ എന്ത് വരും, 9 എന്നുള്ളതാണ് ആൻസർ വരും. ഓപ്ഷൻ എ 9 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ആ പറയുന്ന രീതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 29. അപ്പൊ ഈ ഒരു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ എന്താണെന്ന് നോക്കുക, പ്ലസ് 29 പ്ലസ് 30 ഡോളർ എന്താണെന്ന് നോക്കുക. ഡോളർ മീൻസ് ഡിവൈഡ്. അപ്പൊ ഡിവൈഡ് 5. ദെൻ ഈ സിമ്പിൾ എന്താണ്, മൈനസ് കൊടുത്തു. അപ്പൊ ആദ്യം ചെയ്യേണ്ട അറിയാമല്ലോ, ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. 29 പ്ലസ് 6 - 4 30. ഇത് ഞാൻ അധികം കൂട്ടാണ്. 35 - 4 31 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 31 ആണ് ഫൈനൽ ആൻസർ. സോറി 31, ഞാൻ ഓപ്ഷൻ സി ഞാൻ ടിക്ക് ചെയ്ത് മാറിപ്പോയി. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 31 ആണ് ഫൈനൽ ആൻസർ. 31 കണ്ടുപിടിച്ചത് ശരിയാണ്, ഞാൻ ടിക്ക് ചെയ്ത് മാറിപ്പോയാണ് 31. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ക്വസ്റ്റ്യനകത്ത് എല്ലാവരും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് തന്നെയാണ്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, ആ ഓപ്പറേഷൻസിനെ തന്നെ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി കൊടുക്കണം. അപ്പൊ ആ രീതി ചെയ്യുക. അപ്പൊ 18 അവർ തന്നെ പറയുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് തെറ്റാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്ലസ് മീൻസ് എന്താന്ന് നോക്കാം. പ്ലസ് മീൻസ് എന്താണ്, പ്ലസ് മീൻസ് ഇൻറ്റു ആണ്. പ്ലസിന് പകരം ഇൻറ്റു കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കുക. 32 മൈനസ് മീൻസ് ഡിവൈഡ്. അപ്പൊ മൈനസ് എന്നുള്ളത് ഡിവൈഡ് എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും, ഡിവിഷൻ വരും. 4 ദെൻ ഇൻറ്റു എന്നുള്ള എന്താ നോക്കാം, മൈനസ്. അപ്പൊ -8 ദെൻ ഡിവൈഡ് എന്താണ്, പ്ലസ്. ഇത് കറക്റ്റ് ആയിട്ട് തെറ്റാതെ സമയം എടുത്തിട്ടായാലും കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് അതിനെ മാറ്റുക. ഇനി എന്താണ്, റൂൾ അനുസരിച്ച് ചെയ്യുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ, ബ്രാക്കറ്റ് ഇല്ലല്ലോ. അപ്പം 18 ഇൻറ്റു 32/4 8 ആണ്, -8 + 3. ഈ 8 - 8 എന്നുകൊണ്ട് പെട്ടെന്ന് ആരും ഇങ്ങനെ വെട്ടി നിങ്ങൾ 0 ആക്കി വെക്കല്. റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മനസ്സിലായോ? ഇത് കാണുമ്പോൾ ചിലർക്ക് പെട്ടെന്നാണ് 8 - 8 കാണുമ്പോൾ 0 ഇല്ല എന്ന് തോന്നും. അങ്ങനെ ആരും വെട്ടി വെക്കരുത്. കാരണം ആദ്യം റൂൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൈനസും പ്ലസും ചെയ്യാം. 18 × 8 എത്രയാണ്, 18 × 8 4 6 144 വരും. ഓക്കെ, 144 എന്ന് വരും. -8 + 3 144 - 8 എന്ന് പറഞ്ഞാൽ 132 + 3 135. സോറി 136. കുറയ്ക്കുമ്പോൾ 136 + 3 139. 139 വരും. ഓപ്ഷൻ സി 139 ആണ് ആൻസർ. 144 8 കുറയ്ക്കുമ്പോൾ 136 ആണ്. +3 129. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർചേഞ്ചിങ് വിച്ച് ടു സൈൻ വിൽ മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ്. ഇത് അടുത്തൊരു ടൈപ്പ് ആണ്. ഈ ഓപ്ഷനിൽ പറയുന്ന പോലെ, ഏത് ഓപ്ഷനിൽ പറയുന്ന പോലെ സൈനുകളെ ഇന്റർചേഞ്ച് ചെയ്താലാണ് ഇത് കറക്റ്റ് ആവുന്നത്. ഇത് കറക്റ്റ് ആവുന്നത് പറഞ്ഞാൽ എന്താണ്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഈക്വലിന്റെ ഇപ്പുറത്തും ഈക്വലിന് അപ്പുറത്തും ഉള്ളത് സെയിം ആവണം. ഇപ്പൊ ഈക്വലിന് അപ്പുറത്ത് 3 ആണ്. അപ്പൊ ഈക്വലിന് അതായത് ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, 3 ആണ്. അപ്പൊ ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 3 തന്നെ കിട്ടണം. അത് അപ്പൊ ഈ തന്നേക്കുന്ന തെറ്റാണ്, ഈ തന്നേക്കുന്ന കിട്ടത്തില്ല. അപ്പൊ ഇതേപോലെ ഏത് ഓപ്ഷനിൽ പറയുന്ന പോലെ
നമ്മൾ സൈനുകളെ ഇന്റർചേഞ്ച് ചെയ്താലാണ് കറക്റ്റ് ആവുന്നത്. ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരാളുള്ളടത്ത് മറ്റേ ആൾ വരും, മറ്റേ ആളുള്ളടത്ത് ആദ്യത്തെ ആൾ വരും, ആ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അതായത് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഉള്ളിടത്തെല്ലാം പ്ലസ് ആക്കണം, പ്ലസ് ഉള്ളിടത്തെല്ലാം ഇൻറ്റു ആക്കണം. അത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ വൈസ് ചെയ്ത് നോക്കാനേ പറ്റും. അപ്പൊ 3 മൈനസ് ഒന്നും ചെയ്യണ്ട, മൈനസ് അതുപോലെ ഇൻറ്റു പ്ലസും അല്ലേ. നിങ്ങൾ ഡൗട്ട് വരുവാണെങ്കിൽ അതങ്ങ് എഴുതുക, ഇൻറ്റു പ്ലസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ നോക്കി ഈ ഇൻറ്റു എന്നുള്ള എന്താവും, പ്ലസ് ആവും, ഈ പ്ലസ് എന്നുള്ള എന്താവും, ഇൻറ്റു എന്നാവും. ഇങ്ങനെയാണല്ലോ മാറുന്നത്, ഇങ്ങനെയാണ് മാറുന്നത്. ശ്രദ്ധിച്ചെടുക്കുക, മൈനസ് മാറ്റണ്ട, ഇത് പ്ലസ് ആയി, നമ്പറും മാറ്റണ്ട, ഈ പ്ലസ് എന്നുള്ള ഇൻറ്റു ആയി, ഡിവൈഡ് ബൈ 3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 3 കിട്ടണം. അങ്ങനെയാണ് ഓപ്ഷൻ എ ആണ് ശരി. ഇപ്പൊ റൂൾ അനുസരിച്ച് ചെയ്യുക. അപ്പൊ എന്ത് വരും, ഡിവിഷൻ എന്നുള്ള ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പൊ 3 - 9 + 27 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ, 81. 27 × 3 എന്ന് വരത്തില്ലേ. അപ്പൊ 3 - 9 പ്ലസ് ഇതെന്താവും, 81 എന്ന് വരും. നമുക്ക് ഫൈനലി കിട്ടേണ്ട ആൻസർ എത്ര, 3 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാലും കിട്ടും. അല്ല നമ്മളതിൽ 81 വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, കാരണം ഇവിടെ വലിയതായിട്ട് നമ്പർ കുറയ്ക്കണ്ട, നമുക്ക് ചെറിയൊരു നമ്പറാണ് ഫൈനൽ വാല്യൂ കിട്ടേണ്ടത്. അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവാണ്. അത് ചെയ്താലും 3 - 9 - 6 + 81 എന്ന് വരും. 81 - 6 75 എന്നാണ് വരുന്നത്. പക്ഷെ 81 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പറയാം 3 കിട്ടാനുള്ള സാധ്യത കുറവാണ്, 3 കിട്ടത്തില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റൂൺ ഡിവൈഡും ആണ്. ശ്രദ്ധിച്ചോണം, ഇൻറ്റൂൺ ഡിവൈഡും ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ 3 - 9 ഇവിടെ എന്താവും, ഡിവൈഡ് ആവും, ഡിവൈഡഡ് ബൈ 27 + 9 × 3. ഇങ്ങനെയാണ് മാറുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഡിവിഷൻ ആദ്യം നോക്കി, എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ, വേണമെങ്കിൽ 9/27 എന്നുള്ള 9/27 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിട്ട് 1/3 എന്നൊക്കെ എഴുതും. എന്നാലും 1/3 എന്നല്ല വരും, ഒരു ഡെസിമൽ വാല്യൂ അല്ല വരും. തൊട്ടിപ്പുറത്ത് മൈനസും തൊട്ടപ്പുറത്ത് പ്ലസും. നോക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. അപ്പൊ എയും അല്ല ബിയും അല്ല. നേരെ എന്ത് ചെയ്യുക, നേരെ സി ചെക്ക് ചെയ്യുക. സി ചെക്ക് ചെയ്യുമ്പോൾ മൈനസ് ആണ് ഡിവൈഡ്. അപ്പം 3 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റൂന് മാറ്റമില്ല, ഇൻറ്റു 27 + 9 - 3. ഇങ്ങനെയാണല്ലോ മാറുന്നത്. ഇവിടെ ഡിവിസിബിൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഡിവിസിബിൾ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നോക്കണം, അപ്പുറത്തൊരു എന്തുണ്ട്, ഇൻറ്റു ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്താലേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം, അവിടെ ഈ ഡിവൈഡ് നോക്കണം, ഇങ്ങനെ ബൈ ഇട്ട് എഴുതുക. ഇങ്ങനെ ബൈ ഇട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കി 27/9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോൾ എവിടെ എന്ത് വരും, ഇവിടെ ഒരു 3 വരും. ഓക്കെ, ഇവിടെ ഒരു 3 വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 3 × 3 എത്ര ആയി, 3 × 3 9, 9 + 9 - 3, 9 + 9 18 ആണ്, 18 - 3 15 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയോ, നമുക്ക് വേണ്ട എത്ര ആണ്, വേണ്ടത് 3 ആണ്. അപ്പോൾ ആൻസർ കിട്ടിയില്ല, അപ്പൊ അതുമല്ല. അപ്പൊ നേരെ എന്ത് ചെയ്യുക, നേരെ ഓപ്ഷൻ ഡി കൊടുക്കുക. ഓപ്ഷൻ ഡിയിൽ ഇൻറ്റു മൈനസും ആണ്. അപ്പൊ 3 × 9 - 27 + 9 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണല്ലോ. അപ്പൊ ഡിവിഷൻ ഡിവിസിബിൾ ആണ്. അപ്പൊ അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. 3 × 9 - 27 + 3. 3 × 9 അടുത്ത ഇൻറ്റു ആണല്ലോ, 27 - 27 + 3. 27 - 27 0, 3. അത് കിട്ടി. ഓപ്ഷൻ ബി ആണ്. എക്സാമിന് ചെയ്യുമ്പം എയിലും ബിയിലും സിയിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡി ആയിരിക്കും ആൻസർ. പക്ഷെ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻ ഡി കൂടെ ചെക്ക് ചെയ്ത് തന്നെ നോക്കുക. 3 ആണ് ഫൈനൽ ആൻസർ. അവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർചേഞ്ച് വരും. ഇതും അതുപോലെ ഇന്റർചേഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും അതുപോലെ ഓപ്ഷൻ വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം മൈനസ് ആൻഡ് പ്ലസ്. അപ്പൊ എന്ത് ചെയ്യുക, 15 ഈ പ്ലസ് എന്താവും, മൈനസ് ആവും. 15 - 3 × 9 -4 ഡിവൈഡഡ് ബൈ 16. ഈ മൈനസ് എന്താവും, പ്ലസ് ആവും. ഈ മൈനസ് പ്ലസ് ആവും. ക്ലിയർ. അപ്പൊ ഇങ്ങനെയാണ് മാറുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം ഡിവിഷന്റെ ഭാഗം നോക്കാം. മൈനസ് ആൻഡ് പ്ലസ് ഇന്റർചേഞ്ച് ചെയ്തു. മൈനസ് ഉള്ളിടത്തെല്ലാം പ്ലസ്, പ്ലസ് ഉള്ളിടത്തെല്ലാം മൈനസ്. 4/16 ഡിവിസിബിൾ ആണോ, അല്ല. ഇപ്പുറത്തുള്ളത് പ്ലസ് ആണ്. അപ്പൊ അത് നോക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കാം, മൈനസ് ആൻഡ് ഡിവൈഡ്. 15 + 3 × 9. ഈ മൈനസ് എന്താവും, ഡിവൈഡ് ആവും. ഈ ഡിവൈഡ് എന്താവും, മൈനസ് ആവും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെയും ഡിവിസിബിൾ അല്ല, പക്ഷെ അപ്പുറത്തൊരു ഇൻറ്റു ഉണ്ട്. നിങ്ങൾ അത് മാത്രമായിട്ട് നോക്കുക. അതായത് 3 × 9 ഇങ്ങനെ എഴുതാമല്ലോ. പക്ഷെ ഇങ്ങനെ എഴുതിയാലും നല്ല പ്രയോജനം ഉണ്ടോ, ഈ 3യും ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ, അല്ലെ 9 4 ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ, ഇല്ല. അപ്പൊ അങ്ങനെ എഴുതിയാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവിടെ ഡെസിമലേ വരും. അപ്പൊ അതുമല്ല, ഓപ്ഷൻ ബി ആണ്. നേരെ സി നോക്കാം, മൈനസ് ആൻഡ് ഇൻറ്റു. 15 + 3 - 9 × 4/16 × 4
ബൈ 6 ഇങ്ങനെ വരുമല്ലോ. ഇവിടെയും ഡിവിസിബിൾ അല്ല. ഓക്കെ, ഇപ്പുറത്തൊരു ഇൻറ്റു ഉണ്ട്, അവിടെ ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, 9 × 4 / 16. 9 16 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്പൊ അതുമല്ല. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പായി ഡി ആണ് ആൻസർ. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. 15 പ്ലസ് ഡിവൈഡ് ആവുമല്ലോ, അപ്പൊ ഡിവൈഡഡ് ബൈ 3 × 9 - 4 ഇവിടെ എന്താവും? +16 ആവും. അപ്പൊ നോക്കി ഡിവിസിബിൾ ആണ്. അപ്പൊ ചെയ്ത് നോക്കുക. 5 × 9 - 4 + 16. 5 × 9 എന്ന് പറയുന്നത് 45 45 - 4 + 16. 45 - 4 41 + 16 കിട്ടും. നമുക്ക് വേണ്ടുന്ന ആൻസർ തന്നെ കിട്ടും. അപ്പൊ 57 എന്നുള്ള കിട്ടും. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇപ്പൊ ഈ രീതിയിലാണ് ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാനുള്ള. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.